ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട് സ്വാഗതം. ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ എക്സാമുകളിൽ ചോദിച്ചു കാണാറുണ്ട് അല്ലെ, നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താണ് മക്കളെ? നോട്ടീസ് തയ്യാറാക്കാനായിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് കൂട്ടുകാര് നിങ്ങളുടെ എക്സാമിന് ഇത്തരത്തിലൊരു നോട്ടീസ് തയ്യാറാക്കാനായിട്ട് ഒരു ചോദ്യം വരികയാണെങ്കിൽ മക്കൾ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതും, ഒരു നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതും എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു നോട്ടീസ് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന്റെ അതേ ഫോർമാറ്റിൽ എഴുതുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നോക്കിക്കേ മക്കളെ, നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് നോക്കൂ, ക്ലിയർ ഹെഡിങ്. അതായത് മക്കളെ, ഒരു വ്യക്തമായിട്ടുള്ള ഒരു തലക്കെട്ട്, ഒരു ഹെഡിങ് നമ്മൾ നോട്ടീസ് എഴുതുമ്പോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം? ഏറ്റവും അതിന്റെ ടോപ്പിലായിട്ട് എന്ത് നമ്മൾ എഴുതാ? നോട്ടീസ് എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ നോട്ടീസ് തയ്യാറാക്കാനായിട്ട് മക്കൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് എഴുതാനുള്ള പേജിൽ ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്യുക? നല്ല ബോൾഡ് ആക്കിയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യണം മക്കള്? നോട്ടീസ് എന്നുള്ളത് എഴുതണം. എന്തെഴുതണം മക്കളെ? ക്യാപിറ്റൽ ലെറ്ററിൽ ഏറ്റവും ടോപ്പിൽ ബോൾഡ് ആക്കിയിട്ട്, അതായത് കുറച്ച് കട്ടിയിൽ മക്കൾ എന്ത് ചെയ്യാ? എന്തെഴുതണം? നോട്ടീസ് എന്നുള്ള ഹെഡിങ് കൊടുക്കണം. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മക്കൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ് നോട്ടീസ് എന്നത് എന്ത് ചെയ്യാ? മുകളില് ക്യാപിറ്റൽ ലെറ്ററിൽ കുറച്ച് ബോൾഡ് ആക്കിയിട്ട് മക്കളെ എഴുതണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്താണ് മക്കളെ? നോക്കിക്കേ, ഇൻക്ലൂഡ് കീ ഡീറ്റെയിൽസ്. അതായത് പ്രധാനപ്പെട്ടിട്ടുള്ള വസ്തുതകളെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോക്കിക്കേ, വാട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവന്റ് നെയിം എന്താണ്? ഇപ്പൊ നോക്കിക്കേ മക്കളെ, ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കുക, അതായത് ഒരു ചിത്രരചനാ മത്സരം നടക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഇവന്റ് നെയിം എന്ത് കൊടുക്കുക? ഡ്രോയിങ് കോമ്പറ്റീഷൻ എന്ന് കൊടുക്കുക. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് എഴുതണം? ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നോട്ടീസ് എന്നുള്ളത് എഴുതണം അല്ലെ, നോട്ടീസ് എന്നുള്ളത് എഴുതണം. അതിന് താഴെ എന്ത് ചെയ്യുക? എന്താണോ ആ ഇവന്റ് നെയിം കൊടുക്കുക. ഡ്രോയിങ് കോമ്പറ്റീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? ഡ്രോയിങ് കോമ്പറ്റീഷൻ എന്ന നമ്മള് പരിപാടിക്ക് ഒരു പേര് കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്ത് എന്താണ്? വേർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എവിടെ, അതായത് വെന്യൂ മക്കള് അവിടെ അടയാളപ്പെടുത്തുന്നത്. വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെന്യൂ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം നടക്കുന്നതെങ്കിൽ നമ്മുടെ വെന്യൂ എന്ത് എഴുതാ? സ്കൂൾ ഓഡിറ്റോറിയം എന്നുള്ളത് എഴുതാം. ക്ലിയർ ആയ മക്കളെ? അപ്പം ഇവിടെ വെച്ചാണോ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, ആ സ്ഥലം മക്കൾ അവിടെ വെന്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? വെൻ എന്ന് പറഞ്ഞ മക്കളെ ഡേറ്റും ടൈമും മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ മക്കളെ, 15th ജൂലൈ 10 AM എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് ജൂലൈ 15 രാവിലെ 10 മണിക്കാണ് പ്രോഗ്രാം. ഓക്കെ ആണോ മക്കളെ? ദെൻ അടുത്ത എന്താണ്? ഹൂ എന്ന് പറഞ്ഞാൽ ആരാണ്? ടാർഗറ്റ് ഓഡിയൻസ്. ആരെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്? ഓൾ ക്ലാസ് 4 സ്റ്റുഡൻസ്, 4ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും, അല്ലെങ്കിൽ സ്കൂളിലെ എല്ലാ കുട്ടികളെയും, ഓക്കെ, അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ ആളുകളെയും, ആരെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്ലിയർ ഹെഡിങ് വേണല്ലോ. നമ്മള് നോട്ടീസ് എന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഹെഡിങ് ആക്കി കൊടുക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാ? ഇവന്റ് നെയിം കൊടുക്കുക, അതുപോലെ തന്നെ വെന്യൂ എവിടെയാ എന്നുള്ളത് കൊടുക്കുക, പിന്നെ നമ്മൾ ഡേറ്റും ടൈമും കൊടുക്കണം, അതുപോലെ തന്നെ ടാർഗറ്റ് ഓഡിയൻസ്, ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം? അതില് ഉൾപ്പെടുത്തണം. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് നോട്ടീസ് പോലെയുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ എഴുതാനായിട്ട് വരുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ മക്കൾ ഇങ്ങനെ ഒരു എസ്സേ പോലെ എഴുതിത്തതുകൊണ്ട് നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ നോട്ടീസ് എഴുതുന്നതിന് ഒരു വ്യക്തമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലൂടെ എഴുതിയാലേ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റിയുടെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും ടോപ്പിൽ നോട്ടീസ് എന്ന് എഴുതണം, പിന്നെ ഇവന്റ് നെയിം നമ്മൾ എഴുതണം, അതുപോലെ വെന്യൂ എഴുതണം, ഡേറ്റ് എഴുതണം, ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ളത് നമ്മൾ എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അടുത്തൊരു സെക്ഷനിലോട്ട് പോവാം. മൂന്നാമത് മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കീപ് സെന്റൻസ് ഷോർട്ട്. അതായത് മക്കളെ, ഈ ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. യൂസ് 1 to line per point. അതായത്
ഒരു വാക്യം 1-2 വരികളിൽ എന്ത് ചെയ്യുക, പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ കുറേ ഒരു സെന്റൻസ് ഇങ്ങനെ തുടങ്ങിയ ഒരു 3-4 വരി ആ സെയിം സെന്റൻസ് തന്നെ ഇങ്ങനെ, അതായത് അത്രയും ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് എഴുതാതെ ഒരു 1-2 വരിയിലൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ചെറിയ സെന്റൻസുകൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മക്കളെ, 4th വൺ എന്താണ്, ബോൾഡ് ഇമ്പോർട്ടന്റ് വേർഡ്സ്. അതായത് മക്കളെ പ്രധാനപ്പെട്ട പദങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് ബോൾഡ് ആക്കിയത്, കുറച്ച് കട്ടി കൂട്ടിയിട്ട് എഴുതാം. ഓക്കെ, നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ ഹൈലൈറ്റ് ഡേറ്റ്, പ്രൈസ്, അതുപോലെ തന്നെ ഡെഡ് ലൈൻ ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അവിടുത്തെ ഡേറ്റ്, ഇനിയിപ്പോ നമ്മുടെ പ്രോഗ്രാമിന്റെ പേരോ അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യണം, ആളുകൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി ബോൾഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പറഞ്ഞത് മനസ്സിലായ മക്കളെ? അപ്പം ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വേർഡ്സ് കുറച്ചും കൂടി ബോൾഡ് ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. ക്ലിയർ ആയ മക്കളെ? നെക്സ്റ്റ് വൺ നോക്കി, എൻഡ് വിത്ത് കോണ്ടാക്ട് ഇൻഫോ. അതായത് നമ്മൾ ആ നോട്ടീസിന്റെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുകയാണ്, എന്തെങ്കിലും കോമ്പറ്റീഷനോ മറ്റൊക്കെയാണ്, അപ്പൊ നോട്ടീസിൽ നമ്മൾ എന്ത് ചെയ്യും, എന്നാണ് നടക്കുന്നത്, എന്താണ് നടക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്, പ്രോഗ്രാമിന്റെ പേരെന്താ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ട മക്കളെ. അപ്പൊ അത് അറിയാനായിട്ട് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നോട്ടീസിൽ ആവശ്യമെങ്കിൽ നമ്മൾ അത് ഉൾപ്പെടുത്തും. ഓക്കെ, നോക്കിക്കേ. കോണ്ടാക്ട് യുവർ ക്ലാസ് ടീച്ചർ ഫോർ ഡീറ്റെയിൽസ് അല്ലെ, അതായത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ക്ലാസ് ടീച്ചറെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂൾ ലീഡറെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് ആവശ്യമെങ്കിൽ അവിടെ കൊടുക്കാം. ക്ലിയർ ആയ മക്കളെ? ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് മക്കളെ, സിഗ്നേച്ചർ ആൻഡ് ഡെസിഗ്നേഷൻ. അതായത് ഒപ്പും അതുപോലെ തന്നെ അവരുടെ സ്ഥാന പേരെന്താണ് എന്നുള്ളതും. ഓക്കെ, എൻഡ് വിത്ത് പ്രിൻസിപ്പാൾ ഓ ക്ലാസ് ലീഡർ അല്ലെ, പ്രിൻസിപ്പാൾ അയക്കുന്നതാണെങ്കിൽ പ്രിൻസിപ്പാൾ എന്ന് എഴുതുക, ക്ലാസ് ലീഡർ ആണെങ്കിൽ ക്ലാസ് ലീഡർ, ക്ലാസ് ടീച്ചർ ആണെങ്കിൽ ക്ലാസ് ടീച്ചർ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവിടെ പറയണം. ഓക്കെ, അവസാനം എന്ത് ചെയ്യാം, നമ്മള് ഒപ്പിടുക. ഓക്കെ, എന്നിട്ട് ആരാണത്, ക്ലാസ് ലീഡർ ആണെങ്കിൽ ക്ലാസ് ലീഡർ, പ്രിൻസിപ്പാൾ ആണെങ്കിൽ പ്രിൻസിപ്പാൾ എന്നത് വ്യക്തമായിട്ട് അവിടെ നമ്മൾ കൊടുത്തിരിക്കണം. ക്ലിയർ അല്ല മക്കളെ? ദെൻ ഇതെല്ലാം എന്താണ് നമ്മൾ പറഞ്ഞു തരുന്നത്, നോട്ടീസിന്റെ ഓരോ ഫോർമാറ്റ്, ഹെഡിങ് എഴുതേണ്ട കാര്യവും, ഇവന്റ് നെയിം എഴുതേണ്ട കാര്യവും, ഡേറ്റ് എഴുതേണ്ട കാര്യവും, വെന്യൂ എഴുതേണ്ട കാര്യവും, പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, ബോൾഡ് ആക്കേണ്ട കാര്യവും, പിന്നെ അവസാനം നമ്മൾ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ എന്താ എഴുതേണ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനെല്ലാം ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ മക്കളെ, നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്, അതായത് വൃത്തിയുള്ള കൈയക്ഷരായിരിക്കണം. മനസ്സിലായ മക്കളെ? റൈറ്റ് നീറ്റ്ലി ഓൺ എ ക്ലീൻ പേപ്പർ അല്ലെ, ഒരു വൃത്തിയുള്ള കടലാസിൽ എന്ത് ചെയ്യും, നല്ലൊരു ഭംഗിയുള്ള പേജ് എടുത്തിട്ട് അതിന് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ഒരു കോളൊന്നും ഇല്ലെങ്കിൽ കോളൊക്കെ വരച്ചിട്ട് അതിനുള്ളിൽ നോട്ടീസ് ചെയ്താനായിട്ട് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കി, സ്റ്റിക്ക് ടു ദി വേർഡ് ലിമിറ്റ്. അതായത് മാക്സിമം ഒരു 30 to 50 വേർഡ്സിനുള്ളിലൊക്കെ എന്ത് ചെയ്യുക, നോട്ടീസ് പൂർത്തിയാക്കുക. നോട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളിലേക്ക് എന്തെത്തിക്കാണ്, നമ്മള് ആ ഇൻഫോർമേഷൻ എത്തിക്കാറില്ല. അപ്പൊ കൂടുതൽ ലെങ്തി ആയിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, എഴുതേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നോട്ടീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ആണോ മക്കളെ? ഓക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു നോട്ടീസ് എഴുതുന്ന സമയത്ത് കൂട്ടുകാരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു നോട്ടീസ് അവിടെ തയ്യാറാകും. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്, ഓണം സെലിബ്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഓക്കെ, ഓണാഘോഷം നടത്തുന്നു. അപ്പൊ അതിലേക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, സ്കൂളിലുള്ള മറ്റു കുട്ടികളെയും അതുപോലെ തന്നെ സ്കൂളിലുള്ള മറ്റു പാരന്റ്സിനെയും പിന്നെ എന്ത് ചെയ്യാ, നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളെയും ഒക്കെ എന്ത് ചെയ്യാണ്, ആ ഒരു സെലിബ്രേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് കൊടുത്തു, നോട്ടീസ് എന്നുള്ള ഹെഡിങ് കൊടുത്തു. വെരി വെരി ഇമ്പോർട്ടന്റ്, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി, ബോൾഡ് ആക്കി നമ്മൾ എഴുതി. ഓക്കെ, ദെൻ നമ്മൾ എന്ത് കൊടുത്തു, നമ്മുടെ പ്രോഗ്രാം നെയിം എന്താണ്, ഓണം സെലിബ്രേഷൻ എന്ന് കൊടുത്തു അല്ലെ, എന്ത് കൊടുത്തു, ഓണം സെലിബ്രേഷൻ കൊടുത്തു. ദെൻ വെന്യൂ കൊടുത്തു, എവിടെയാണ്, സ്കൂൾ ഓഡിറ്റോറിയം എന്നുള്ളത് നമ്മൾ വെന്യൂ പ്ലേസ് കൊടുത്തു അല്ലെ. ദെൻ ആർക്കാണ് മക്കളെ, ടു ഓൾ സ്റ്റുഡൻസ്, പാരന്റ്സ് ആൻഡ് ലോക്കൽ റെസിഡൻസ് അല്ലെ, ആർക്കൊക്കെ, പാരന്റ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും പിന്നെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ നോക്കിക്കേ, നമ്മുടെ കാര്യം എഴുതാണ്. അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഓണം ഓൺ 28 August 2026. We invite all students, parents and the people in our locality to join us and enjoy the celebration.
അന്ന് മക്കളെ വളരെ കുറഞ്ഞ സെന്റൻസിൽ എഴുതിയിട്ടുള്ളൂ. എന്താണ്? അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഓണം ഓൺ 28 ഓഗസ്റ്റ് 2026. അന്ന് മക്കളെ നോട്ടീസിൽ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? കൃത്യമായിട്ടുള്ള ഡേറ്റ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഓഗസ്റ്റ് 2026 ഓഗസ്റ്റ് 28 നമ്മുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. വി ഇൻവൈറ്റ് ഓൾ സ്റ്റുഡൻസ് അല്ലെ, എല്ലാ സ്റ്റുഡൻസിനെയും എല്ലാ പാരന്റ്സിനെയും അതുപോലെ തന്നെ ഈ ഒരു നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാണ്? ഇൻവൈറ്റ് ചെയ്യാണ് അല്ലെ, സ്വാഗതം ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. ഓക്കെ, ആൻഡ് എൻജോയ് ദി സെലിബ്രേഷൻ. എന്നിട്ട് എന്ത് ചെയ്യാം മക്കളെ? പ്രോഗ്രാം ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. പ്രോഗ്രാമിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൂക്കളം കോമ്പറ്റീഷൻ ഉണ്ട്, ദെൻ ഓണം സോങ് ആൻഡ് ഡാൻസ്, ഓണം സോങ്സ് ആൻഡ് ഡാൻസ്, ദെൻ ട്രഡീഷണൽ ഗെയിംസ്, കൾച്ചറൽ പ്രോഗ്രാംസ്, ദെൻ ഓണസദ്യ. കണ്ടോ മക്കളെ? പ്രോഗ്രാം അതൊക്കെ മക്കൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? ഈ ഹൈലൈറ്റ്സ് ഒക്കെ എഴുതാം. സാധാരണ എഴുതുന്നതിനേക്കാൾ കുറച്ചും കൂടി ബോൾഡ് ആക്കിയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം? അതൊക്കെ എഴുതിയ കുറച്ചും കൂടി നന്നായിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? ഡേറ്റ് കൊടുത്തു, ടൈം കൊടുത്തു. ദെൻ ഫോർ മോർ ഡീറ്റെയിൽ പ്ലീസ് കോൺടാക്ട് ദി സ്കൂൾ ഓഫീസ് അല്ലെ, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്കൂൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ സിഗ്നേച്ചർ കൊടുക്കുക. ദെൻ ആരാ? പ്രിൻസിപ്പാൾ ആണെങ്കിൽ പ്രിൻസിപ്പാളിന്റെ സിഗ്നേച്ചർ, ക്ലാസ് ടീച്ചർ ആണെങ്കിൽ ക്ലാസ് ടീച്ചർ എന്നുള്ളത് കൊടുക്കുക. ക്ലിയർ ആയോ മക്കളെ? അപ്പം ഇതുപോലെ ആയിരിക്കണം മക്കൾക്ക് ഒരു നോട്ടീസ് എഴുതാനായിട്ട് ചോദിച്ചാൽ മക്കൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ത് ചെയ്യുക? ആലോചിച്ച് വെച്ചോളാം. നോട്ടീസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഏത് ലെറ്ററില്? ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം. ബോൾഡ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഇവന്റിന്റെ നെയിം എന്താ? ഡ്രോയിങ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ, ഓണം സെലിബ്രേഷൻ ആണെങ്കിൽ ഓണം സെലിബ്രേഷൻ. എന്താണോ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചിട്ടാണോ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നെയിം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വെന്യൂ. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞല്ലോ മക്കളെ, ഒരുപാട് ചിലപ്പോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറെ വലിച്ചു വാരി എഴുതും അല്ലെ. ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഓണം പരിപാടി നടക്കുകയാണ്, നമുക്ക് ഓണസദ്യയും ഓണപ്പൂക്കളും ഓണം ഡാൻസുകളെയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും ക്ഷണിക്കുന്നു, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നീട്ടി ചെയ്ത് അതിൽ കാര്യമുണ്ടോ മക്കളെ? ഇല്ല. ഈ ഒരു നോട്ടീസ് നോക്കി പെട്ടെന്ന് ആളുകൾക്ക് എന്താ മനസ്സിലാവും അല്ലെ? ഈ ഒരു ഹെഡിങ് നോക്കുന്നതിലൂടെ മനസ്സിലാവും എന്താണ് ഒരു ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, അതിന്റെ നോട്ടീസാണ്. എവിടുന്ന് നടക്കുന്നതെന്ന് മനസ്സിലാവും. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ് അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെയോ എന്തൊക്കെ പ്രോഗ്രാംസാ എന്നുള്ളതും നമ്മളവിടെ ഹൈലൈറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താണ് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ് കാര്യം എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു എക്സാമിന് ഒരു നോട്ടീസ് വന്നാൽ മക്കൾ അത് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ മക്കളെ. മുന്നൊരു ക്ലാസ്സിൽ നമ്മൾ ഡയറി എങ്ങനെ എഴുതേണ്ടത് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്ത് പഠിച്ചു? നോട്ടീസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പഠിച്ചു അല്ലെ. ഈ ഫോർമാറ്റ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. മിസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾ ഒരുപാട് വാരി വലിച്ചു എഴുതിയതുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടില്ല. ഒരു നോട്ടീസ് ആയിക്കോട്ടെ, ഒരു ഡയറി ആയിക്കോട്ടെ, അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് കീപ്പ് ചെയ്ത് മക്കൾ എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലുള്ള മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.